മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ 5ാം പതിപ്പിന് ഇന്ന് തുടക്കം. 4 ദിവസങ്ങളിലായി തിരുവനന്തപുരം കനകക്കുന്നിലാണ് പരിപാടി നടക്കുന്നത്. രാജ്യത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി സാഹിത്യ, സാംസ്കാരിക, കലാ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അക്ഷരോത്സവത്തിന്റെ ഭാഗമാകും. കെ മധു ചേരുന്നു. മധു, എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഈ 5ാം പതിപ്പിന്റെ ഭാഗമായി ഉള്ളത്? ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ്? ചർച്ചകളും അതുപോലെ തന്നെ ഒരുപാട് നിരവധി കലാപരിപാടികളും ഒക്കെ ഉണ്ടല്ലോ. പോരാത്തതിന് ഇന്ന് ഉദ്ഘാടന ദിവസമാണ്. സൂപ്പർ താരം മമ്മൂട്ടി എത്തുന്നുണ്ട്. വിശേഷങ്ങൾ ഒന്ന് പങ്കുവയ്ക്കൂ. മോദി അക്ഷരോത്സവത്തിന്റെ 5ാം പതിപ്പ് കനകക്കുന്നിൽ ആരംഭിക്കുകയാണ്. മലയാളിക്ക് അക്ഷരാർത്ഥത്തിൽ അഭിമാനിക്കാവുന്ന ഒന്നാണ് അക്ഷരോത്സവം. കാരണം മറ്റ് ഏത് സമൂഹത്തിനും അപ്പുറത്ത് വെള്ളത്തിലെ തിരകൾ കണക്കൻ ഉള്ളത്തിൽ വന്ന് വിളയാടണേ ദേവി എന്ന് വാണിദേവിയോട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം. അതിന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ശ്രീനാരായണ ഗുരു അതിന് ഒരു കർമ്മ പദ്ധതിയുടെ തുടർച്ച കണ്ടെത്തിയ വർഷം. അതിനുശേഷം ഓരോ ഘട്ടത്തിലായി ഓരോ സമൂഹവും ഉണർത്തെണീറ്റ, അത് ആ സ്വർഗത്തിൽ നിന്ന് അഗ്നി മോഷ്ടിച്ചു കൊണ്ടുവന്ന ആ ഗ്രീക്കിലെ മഹാദേവന്റെ ഓർമ്മ അതിനെ പ്രാവർത്തികമാക്കുന്നതാണ് ഓരോ അക്ഷരോത്സവവും. ഇപ്പോൾ കനകക്കുന്നിൽ ഇന്ന് മോത്തി പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടി ഉച്ചയ്ക്ക് 3 മണിക്ക് അതിനെ ഉദ്ഘാടനം ചെയ്യുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ നിരവധി നിർണായകമായ സെഷനുകൾ, വാർത്തകൾ ഉരുത്തിരിയുന്ന സെഷനുകളുണ്ടാവും. അതിൽ പലതും സാഹിത്യ കുതുകികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയങ്കരമാകുന്ന നിരവധി സെഷനുകളുണ്ട്. നമ്മുടെ 2 ഫെസ്റ്റിവൽ ക്യൂറേറ്റേഴ്സും ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ പി കെ രാജശേഖരൻ, എന്തൊക്കെയാണ് ഇന്ന് നിങ്ങൾ നമുക്ക് തരാൻ പോകുന്ന പ്രധാനപ്പെട്ട സെഷനുകൾ? എന്തൊക്കെയായിരിക്കും? എല്ലാ സെഷനുകളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അത് സാഹിത്യത്തെയും കലയെയും സംസ്കാരത്തെയും സംബന്ധിച്ച വ്യത്യസ്ത താല്പര്യമുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തരം സെഷൻസ് ഉണ്ട്. രാവിലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നമ്മുടെ സമൂഹത്തിലെ ബഹുസ്വരതയെക്കുറിച്ച്, ഏകസ്വരങ്ങൾ മാത്രമുള്ളപ്പോൾ ബഹുസ്വരം വരുന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. പിന്നീട് രമേശ് ചെന്നിത്തലയും ബെന്യാമിനും തമ്മിൽ ആടും മാന്തളിരും എന്ന ടൈറ്റിലുള്ള ഒരു പ്രഭാഷണ വേദിയെ സംസാരിക്കും. അങ്ങനെ ഉണ്ടാവില്ല. അവർ രണ്ടുപേരും ഒരു നാട്ടുകാർ കൂടിയല്ലേ, മധ്യതിരുവിതാംകൂറുകാരാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, നടൻ ജയറാം, പെരുവനംകുട്ടന്മാരാർ, മട്ടന്നൂർ ശങ്കരകുട്ടിമാരാർ എന്നിവർ ഒരുമിച്ച് അണിനിരക്കുന്ന മമ്മൂട്ടിയുടെ ഉദ്ഘാടനത്തിന് ശേഷം ഇങ്ങനെ വളരെ ഉലകം ചുറ്റുന്ന 2 പാലാക്കാർ, സന്തോഷ് ജോർജ് കുളങ്ങരയും സക്കറിയായും ഒരുമിച്ച് അവരുടെ യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കും. തിരുത്തിന് ശേഷമുള്ള എഴുത്ത് എന്ന ഒരു സെഷനുണ്ട്. അതിനകത്ത് തിരുത്തെന്ന് പറഞ്ഞ കഥ ബാബറി മസ്ജിദ് തകർത്തതിനെ കുറിച്ചാണ്. ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ അവിടെ അയോധ്യ നടന്നിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ NS മാധവൻ തിരുത്തിന് ശേഷമുള്ള എഴുത്തിനെ പറ്റി, അത് കഥയുടെ തിരുത്തല്ല, എഴുത്തിനെക്കുറിച്ചും എഴുത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ സുഭാഷ് ചന്ദ്രനോട് സംസാരിക്കും. ഇങ്ങനെ ഒരുപാട് കാത്തിരിക്കാനുണ്ട് എന്ന്. ഇതിനപ്പുറത്ത് ദക്ഷിണാഫ്രിക്കൻ കവി, എഴുത്തുകാരി, വളരെ ശ്രദ്ധേയമായ കവിതകളിലൂടെ ശ്രദ്ധേയമായ ഗബേബ ബദ്രോൺ സച്ചിമാഷായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് കൂടാതെ മൻസൂറ എൽസദി വരുന്നുണ്ട്. അതെ, 11 മണിക്കാണ് മൻസൂറയുടെ സെഷൻ, ദ ഈജിപ്ഷ്യൻ വോയിസ്. സാറ ടീച്ചർ പറഞ്ഞ് കാത്തിരിക്കുന്നു. അതെ, വെരി മച്ച്. അതുപോലെ നമ്മൾ 11 മണിക്ക് നമ്മുടെ ബാഡ്റൂം ഇനോഗ്രേഷനാണ്. പോയട്രിക്ക് വേണ്ടി മാത്രം ഒരുക്കിയിട്ടുള്ള ബാഡ്റൂം. സച്ചിമാഷും ഗബേബയും കൂടെ ചേർന്ന് ബഹുസ്വരതയെക്കുറിച്ച് കവിത എഴുതിക്കൊണ്ടാണ് ഞങ്ങളത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരുപാട് കൗതുകങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. 5 വൻകരകളിൽ നിന്നുമുള്ള എഴുത്തുകാരുണ്ട്. ഇത് കൂടാതെ വളരെ ഗൗരവമായ മറ്റ് ഒരുപാട് റൈറ്റേഴ്സും വന്നിട്ടുണ്ട്. അതെ, ചന്ദൻ ഗൗഡയുടെ അനദർ ഇന്ത്യ ഇന്നൊരു ശ്രദ്ധേയമായ സെഷനായിരിക്കും. എസ്പെഷ്യലി നമ്മുടെ ഈ ഇന്നത്തെ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അനദർ ഇന്ത്യയെക്കുറിച്ച് ചന്ദൻ ഗൗഡയുടെ, ഞാനത് വളരെയേറെ ഉറ്റുനോക്കുന്ന ഒരു സെഷനാണ്. അതെ 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 അതെ. പിന്നെ വേഴ്സസ് ദാറ്റ് വി ഹിയർ, കണ്ടംപററി പോയട്രിയിൽ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് എന്നുള്ളൊരു സെഷനും ശ്രദ്ധേയമായിരിക്കും. തീർച്ചയായും മോത്തി, കനകക്കുന്നിൽ വരുമ്പോൾ പുതിയ കാലം എങ്ങനെ സ്പന്ദിക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിയാം. അതോടൊപ്പം വളരെ നിർണായകമായൊരു സെഷനുണ്ട്. അത് നമ്മുടെ അരിക്കൊമ്പനും തണ്ണീർക്കൊമ്പനും. ആ സെഷനിൽ നമ്മുടെ കാടുകളിലൂടെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ബിജു അവിടെ അവരോട് സംസാരിക്കുമ്പോൾ അത് ഒരുപാട് ഹൃദയത്തിൽ ആ സമൂഹത്തെ കൂടി, ഞാൻ പറഞ്ഞല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറത്ത് മനസ്സിനെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒന്നായി 5ാം പതിപ്പ് മാറുമ്പോൾ മോത്തി, അത് അനുനിമിഷം മനുഷ്യനെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒന്നായി മാറുന്നു. ഈ അറിവിലൂടെയാണ് മലയാളി മറ്റാരേക്കാളും മുന്നിലേക്ക് കടന്നു പോകുന്നത്.
അതിൽ പുറകോട്ട് പോകാനാവില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണ് 5 വൻകരകൾക്ക് ഇടയിലുള്ള കടലിൻ്റെ വിടവുകളെ ഒതുക്കിക്കളഞ്ഞുകൊണ്ട് മായ്ച്ചു കളഞ്ഞുകൊണ്ട് അക്ഷരോത്സവത്തിൻ്റെ 5ാം പതിപ്പ് മോത്തി.